ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ സുഖമാണ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഭയങ്കര എല്ലാവരും ഭയങ്കര നീഡി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ദ തിങ് ഈസ് ലൈക്ക് ദുബായിലെ ജോബ് വേക്കൻസീസ്. ഇപ്പോൾ നമ്മുടെ സമ്മർ സീസൺ, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഇൻടേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ ജോബ് വേക്കൻസീസ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണിത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ജോബ് എന്ന് പറയുന്നത് കാർ ഡ്രൈവർ വേക്കൻസി. കാർ ഡ്രൈവർ വേക്കൻസി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഈ ഹോം മെയിൽ കാർ ഡ്രൈവർ അങ്ങനത്തെ വേക്കൻസിയാണ് ഞാൻ കണ്ടത്. ഹോം കാർ ഡ്രൈവർ എന്ന് പറയുമ്പം അക്കമഡേഷൻ, ഫുഡ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. യു ഹാവ് ടു സ്റ്റേ വിത്ത് ദ ഫാമിലി. അങ്ങനെയാണ് വേക്കൻസി വരുന്നത്. അതിപ്പോൾ ഒരുപാട്, ബിക്കോസ് ഞാനിത് നേരത്തെ ഇടണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നമുക്ക് ഇതിനെ പറ്റിയുള്ള എൻക്വയറി ഒക്കെ നടത്തി എല്ലാം ജെനുവിൻ ആണോ എന്നൊക്കെ നോക്കി വേണമല്ലോ നമ്മൾക്കിടാൻ. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. ദ ഫസ്റ്റ് വൺ ഈസ് കാർ ഡ്രൈവർ വേക്കൻസി. പിന്നെ മെറ്റൽ ഫാബ്രിക്കേറ്ററിൻ്റെ വേക്കൻസിയാണ് പിന്നെ വരുന്നത്. പിന്നെ കിച്ചൺ ഹെൽപ്പർ എനിക്ക് തോന്നുന്നു നമ്മുടെ ദുബായ്, ഷാർജ, അബുദാബി എല്ലാ ലൊക്കേഷൻസിലും ലൈക്ക് കോമൺ ആയിട്ട് വരുന്നൊരു വേക്കൻസിയാണ് കിച്ചൺ ഹെൽപ്പർ വേക്കൻസി. ഐ തിങ്ക് ഫോർ ദാറ്റ് ഓൾസോ യു വിൽ ബി ഹാവിങ് ഇൻക്ലൂഡഡ് ഫുഡ് ആൻഡ് അക്കമഡേഷൻ. ദാറ്റ്സ് വാട്ട് ഐ സോ. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സൂപ്പർ മാർക്കറ്റ് സ്റ്റാഫ്, സെയിൽസ് സ്റ്റാഫ് ആയിരിക്കാം. ചിലപ്പോൾ ഈവൻ കാഷ്യർ വേക്കൻസി ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഇതേപോലെ നെസ്റ്റോ, സെൻട്രോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ലൈക്ക് കാഷ്യർ, ബില്ലിംഗ് സെക്ഷൻ, ഡാറ്റ എൻട്രി ഇങ്ങനത്തെ വേക്കൻസീസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ക്യാഷ്യർ. പിന്നെ സീനിയർ അക്കൗണ്ടൻറ്റ് വിത്ത് ഗുഡ് എക്സ്പീരിയൻസ്. നാട്ടിലെ എക്സ്പീരിയൻസ് ഒരു 3 to 4 years ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. ആൻഡ് ജൂനിയർ അക്കൗണ്ടൻറ്റ്സ് ഇറ്റ്സ് ലൈക്ക് അസിസ്റ്റൻറ്റ് കൈൻഡ് ഓഫ് ജോബ്സ് ആണ്. അതിനും എനിക്ക് തോന്നുന്നു 1 to 2 years എക്സ്പീരിയൻസ് വേണം. ഇഫ് യു ഹാവ് എ ഗുഡ് എക്സ്പീരിയൻസ് ഇൻ ദുബായ് ദാറ്റ് ഈസ് ഫാർ ബെറ്റർ. പിന്നെ വരുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ. ഒരുപാട് സെക്ടറിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ് ഗൈസ്. ഇഫ് യു ഹാവ് ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ബോത്തിനും നമുക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ AC ടെക്നീഷ്യൻ, കോമൺ ജോബ് വേക്കൻസി വിച്ച് ഇസ് അവൈലബിൾ ഹിയർ ഇസ് AC ടെക്നീഷ്യൻസിന് എനിക്ക് തോന്നുന്നു നല്ല ഈവൻ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് വണ്ണിനും നല്ല ഹോപ്പുള്ളൊരു ജോബ് വേക്കൻസിയാണ് AC ടെക്നീഷ്യൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ പൊറോട്ട മേക്കർ, ലൈക്ക് റെസ്റ്റോറൻറ്റ്സിലേക്ക് യൂഷ്വൽ പൊറോട്ട മേക്കർ, ഷവർമ മേക്കർ, അങ്ങനെ ലൈക്ക് ലൈക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വേക്കൻസി അവൈലബിൾ ആണ്. പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, പ്ലംബർ, ഈ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ അങ്ങനെ കുറേ എഞ്ചിനീയേഴ്സ് വേക്കൻസി നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ സിവിൽ സൂപ്പർവൈസർ ഐ തിങ്ക് ദേ ആർ ലുക്കിംഗ് ഫോർ ആൻ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്. സിവിൽ സൂപ്പർവൈസറിൻ്റെ വേക്കൻസി ഉണ്ട്. പിന്നെ മൊബൈൽ ടെക്നീഷ്യൻ എനിക്ക് തോന്നുന്നു 2-3 സ്ഥലത്ത് ഈ വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മെയിൽ ഹോം ഡ്രൈവർ. ഓക്കെ, ദെൻ മെക്കാനിക്കൽ പ്രോജക്റ്റ് എൻജിനീയറിനെ ആവശ്യമുണ്ട്. I don't know more about mechanical kind, but it's available. Then safety officer job also is available here. Then school bus driver plus school English and Arabic teacher job is also available. പിന്നെ ഫീമെയിൽ ആൻഡ് മെയിൽ ക്ലീനർ.
ക്ലീനർ ജോബ് ഇതും ലൈക്ക് കോമൺ ആണ് ഇയർ. ഒരുപാട് സ്ഥലത്ത് ക്ലീനേഴ്സ് ജോബ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ മൈ ഗോഡ്, ഫൈനലി ഫാർമസിസ്റ്റ് വിത്ത് MOH or DHA മെയിൽ ആൻഡ് ഫീമെയിൽ ജോബ് വേക്കൻസി അവൈലബിൾ ആണ്. ജസ്റ്റ് അപ്ലൈ ഗൈസ്. പിന്നെ വെഹിക്കിൾ മെക്കാനിക്, ദെൻ ഗ്രാഫിക് ഡിസൈനർ ജോബ് ഇപ്പോൾ കുറച്ചധികം വരുന്നുണ്ട്. സോ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ളവർക്ക് നല്ലൊരു ഹോപ്പായിരിക്കാം. സോ പിന്നീട് എനിക്ക് തോന്നുന്ന വേക്കൻസീസ് വിച്ച് ഐ നോ പേഴ്സണലി, ഇത് ഞാൻ കുറച്ച് അന്വേഷിച്ച് റെഫർ ചെയ്ത് കൊണ്ടുവന്ന ജോബ് വേക്കൻസീസ് ആണ്. അല്ലാണ്ട് എനിക്കറിയാവുന്ന വേക്കൻസീസിന് പറയുവാണെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ്സിൻ്റെ വേക്കൻസി വളരെ കൂടുതലാണിപ്പോൾ. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ എന്തായിരുന്നു, ടെലികോളിംഗ് വേക്കൻസി. പിന്നെ നഴ്സസിൻ്റെ വേക്കൻസി വിത്ത് DHA MOH ഹാർട്ട് വേക്കൻസീസും അവൈലബിൾ ആണ്. ഇപ്പോൾ അമേരിക്കൻ ഹോസ്പിറ്റൽസിൽ വേക്കൻസി ഉണ്ട്, കനേഡിയൻ ഹോസ്പിറ്റൽ, NMC ഹോസ്പിറ്റൽ, ഇവിടെയൊക്കെ ലൈസൻസ്ഡ് നഴ്സുമാരുടെ വേക്കൻസിയും ഇപ്പോൾ സ്റ്റാർട്ടിങ് വന്നിട്ടുണ്ട്. സോ ഇത്രയും വേക്കൻസീസ് ആണ് ഇവിടെ ഉള്ളത്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ദുബായിലുള്ളവർ ജോബില്ലാണ്ട് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സോ നാട്ടിൽ നിന്നാണ് എൻ്റെ വീഡിയോസ് കാണുന്നുള്ളവരെങ്കിൽ അവർ ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. സോ ഇറ്റ് വിൽ ബി മോർ ബെറ്റർ. ആൻഡ് ഞാൻ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് അതിൽ ഇതുപോലെ Q&A എന്തെങ്കിലും ഡൗട്ടായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാനിതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എവിടെയാണ് വേക്കൻസി, എത്രയാണ് സാലറി, ഏതാണ് ലൊക്കേഷൻ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ലൈക്ക് ഇഫ് യു മെസ്സേജ് മീ ഇൻ ഇൻസ്റ്റാഗ്രാം. സോ ആൻഡ് മെയിൻ തിങ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഫ്രീലാൻസ് വിസയൊക്കെ എടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്രീലാൻസ് വിസ ആയിട്ട് വരുന്നവരോട് അവർ പറയുന്നത് നിങ്ങളുടെ വിസ നിങ്ങൾ കൺവേർട്ട് ചെയ്യൂ നമ്മുടെ കമ്പനിയിലോട്ട്. അപ്പം ഇത്രയും ക്യാഷ് ലാക്സ് മുടക്കി ഫ്രീലാൻസ് വിസ എടുത്തിട്ട് വരുന്ന ആൾക്കാർക്ക് ലൈക്ക് ഓഫ് കോഴ്സ് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. സോ ഞാൻ എടുക്കണ്ട എന്നല്ല പറയുന്നത്, ലൈക്ക് ജോബോട് കൂടി വരുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. സോ അല്ലാണ്ട് വരുന്നവർ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. കാരണം പല സ്ഥലത്തും അവർ കൺവേർട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. സോ യു ഷുഡ് ബി കെയർഫുൾ അബൌട്ട് ഫ്രീലാൻസ് വിസ. പിന്നുള്ളത് നമ്മുടെ സെയിൽസ് ജോബിന് മെയിനായിട്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സെയിൽസ് ജോബിന് അവർ ബേസിക് സാലറി പ്രൊവൈഡ് ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട്. സോ പ്ലീസ് ഗൈസ്, ബേസിക് സാലറി പ്രൊവൈഡ് ചെയ്യാത്തടത്ത് നിങ്ങൾ ഒരിക്കലും ജോയിൻ ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് സാലറി ഒരു 2000 2500 ബേസിക് സാലറി തരുന്നിടത്ത് മാത്രമേ നിങ്ങൾ ജോയിൻ ചെയ്യാവുള്ളൂ. അപ്പം അതങ്ങനെ. സോ പ്ലീസ് നിങ്ങൾ കമ്മീഷൻ ബേസിസിൽ മാത്രം കിട്ടുന്ന ജോബ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതേപോലെ ബാങ്ക് സെക്ടറിൽ വന്നിട്ട് ക്രെഡിറ്റ് കാർഡ് സെയിൽസ് ജോബ്സ് വരുന്നുണ്ട്. സോ അതിലും ഇതേപോലെ ബേസിക് സാലറി അവർ 3000 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും ചാടിക്കയറി ക്രെഡിറ്റ് കാർഡ് സെയിൽസിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് മന്ത് അവർ 3 കാർഡ്സാണ് ടാർഗറ്റ് പറയുന്നത്. ആൻഡ് സെക്കൻഡ് മന്ത് തൊട്ട് 8 കാർഡ്സ് ആയിരിക്കും നിങ്ങളുടെ മിനിമം ടാർഗറ്റ്. സോ അത് നിങ്ങൾ അച്ചീവ് ചെയ്തില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഈവൻ എംപ്ലോയ്മെൻറ്റ് വിസ നിങ്ങൾക്ക് തന്നാലും നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ then and there on the spot they will terminate you. So please think and join. That's what I wanted to say. Okay, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അങ്ങനെ ഇനിയിപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെസ്സേജ് അയക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഇടാം ഇൻ ഫ്യൂച്ചർ. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരുപാട് എൻക്വയറീസ് വരുവാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഇടാം. പിന്നെന്തായിരുന്നു, പിന്നെ ഇപ്പോൾ
ദുബായിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞു തരാം. മേ ബി എ ഷോർട്ട് വീഡിയോ ഓർ മേ ബി എ ലോങ് വീഡിയോ നമുക്ക് നോക്കാം. ലൈക്ക് ഇതാണിപ്പോൾ ഞാൻ മെയിനായിട്ട് പ്രയോറിറ്റി ചെയ്യുന്ന വീഡിയോ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ്സിൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്റ്റ് മീ ഓർ മെസ്സേജ് മീ. ഐ വിൽ ടെൽ യു ഇൻ ഡീറ്റെയിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. സോ എല്ലാവർക്കും നല്ല രീതിയിൽ ജോബൊക്കെ വിത്ത് ഗുഡ് സാലറി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ please do like, share and subscribe to my channel and bell icon കൂടെ ഒന്ന് അടിച്ചു പൊട്ടിച്ചാൽ. Okay guys, bye bye, see you.